അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22.36 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ, കാരായി രാജൻ എം.എൽ.എ, നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, പാലക്കാട് ഡിവിഷൻ ADRM ജെറിൻ എസ് ആനന്ദ് എന്നിവർ സംസാരിച്ചു. സ്റ്റേഷൻ നവീകരണത്തോടനുബന്ധിച്ച് നഗരത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പ്രതിദിനം 28,000-ലധികം യാത്രക്കാർ ആശ്രയിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വഴി ദിവസേന 68 മുതൽ 70 വരെ ട്രെയിൻ സർവീസുകളാണ് കടന്നുപോകുന്നത്. സ്റ്റേഷന്റെ പ്രധാന മുൻഭാഗം മനോഹരമാക്കുകയും വാഹനങ്ങൾ വരാനും പോകാനുമുള്ള പ്രത്യേക ഡ്രൈവേകളോടുകൂടിയ പ്രവേശന കവാടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശീതീകരിച്ച വെയിറ്റിംഗ് ഹാൾ, ഓപ്പൺ വെയിറ്റിംഗ് ലോഞ്ച്, ആധുനിക ബുക്കിംഗ് ഓഫീസുകൾ എന്നിവയും നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിൽ 2 പുതിയ ലിഫ്റ്റുകൾ സ്ഥാപിച്ചതിനൊപ്പം 17 പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, LED ലൈറ്റുകൾ, ഡിജിറ്റൽ കോച്ച് ഗൈഡൻസ് സിസ്റ്റം, ഇലക്ട്രോണിക് ട്രെയിൻ ഇൻഡിക്കേഷൻ ബോർഡുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ ടാക്ടൈൽ വാക്ക്വേകൾ, ഹാൻഡ് റെയിലുകളോടുകൂടിയ റാമ്പുകൾ, ഉയരം കുറഞ്ഞ ബുക്കിംഗ് കൗണ്ടറുകൾ, പ്രത്യേക ശുചിമുറികൾ എന്നിവയും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി നാടിനായി സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.